നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഭരിച്ചു ഭരിച്ച് മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയിൽ അമേരിക്കയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്നാലും ലവലേശം ട്രംപിന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. സർക്കാർ ഷട്ട്ഡൗൺ യുഎസിലെ വിമാന സർവീസുകളെ കാര്യമായാണ് ബാധിച്ചിരിക്കുന്നത്. അടച്ചുപൂട്ടൽ പ്രതിസന്ധി കാരണം ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലെ ഗതാഗതം കുറയ്ക്കാനുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പ്രകാരം വ്യാഴാഴ്ച മുതൽ നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കാൻ തുടങ്ങി. ഇന്ന് സർവീസ് നടത്തേണ്ട 500ഓളം വിമാനങ്ങളും വെട്ടിക്കുറച്ചു. വിമാന തടസ്സങ്ങൾ നിരീക്ഷണ വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവെയർ പ്രകാരം വ്യാഴാഴ്ച ഉച്ചയോടെ റദ്ദാക്കലുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണം പല വിമാനത്താവളങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, ഷിക്കാഗോ എന്നിവ ഉൾപ്പെടെ യുഎസിലുടനീളമുള്ള ഏറ്റവും തിരക്കേറിയ 40 വിമാനത്താവളങ്ങളിലെ വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് ഉത്തരവ്. എന്നാൽ അതിന്റെ ആഘാതം പല ചെറിയ വിമാനത്താവളങ്ങളെയും ബാധിക്കും. വിമാന ഷെഡ്യൂളുകൾ 10% കുറവ് വരുത്താൻ വിമാന കമ്പനികൾ ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. ജീവനക്കാരുടെ കുറവ് കാരണം 10% വിമാന സർവീസുകൾ നിർത്തലാക്കാൻ സർക്കാർ തീരുമാനമുണ്ടായി. യാത്രക്കാർ മുൻകൂട്ടി യാത്രാ പദ്ധതികൾ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വാരാന്ത്യത്തിലേക്കും അതിനുശേഷമുള്ള യാത്രയ്ക്കും പദ്ധതികളുള്ള യാത്രക്കാർ തങ്ങളുടെ വിമാന ഷെഡ്യൂളുകൾ ചെയ്തതുപോലെ പുറപ്പെടുമോ എന്ന് അറിയാത്ത ആശങ്കയിലാണ്. പുതിയ തീരുമാനം അമേരിക്കയിലെ 40 എയർപോർട്ടുകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് കാര്യമായി ബാധിക്കും. അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്നും ഒഴിവാക്കാമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഷട്ട്ഡൗൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ്. അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൗൺ 1 മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് ഉറപ്പു നൽകുന്നു എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആരും പട്ടിണി കിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനസഹായം തുടരാൻ നിയമപരമായ വഴികൾ തേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ പക്ഷം. സർക്കാർ ഫണ്ട് നിലച്ചതോടെ ഏകദേശം 4.2 കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ആനുകൂല്യം നവംബർ 1 മുതൽ മുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായ നിധി ഉപയോഗിക്കണമെന്ന് റോഡ് ഐലൻഡിന്റെ ഒരു ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ അടിയന്തര ഫണ്ട് ഉപയോഗിക്കാൻ നിയമപരമായി കഴിയില്ല എന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ഇത് സ്നാപ്പ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 തുടങ്ങിയ ഈ ഷട്ട്ഡൗൺ 2ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും പാർട്ടി പോരിന്റെ ഇരകളാവുകയാണ്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വാരാന്ത്യം മുതൽ ഷട്ട്ഡൗണിന്റെ പൂർണ്ണ പ്രഹരം സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച